പെരുമ്പാവൂരിനായി 50 വർഷത്തെ വികസന കാഴ്ചപ്പാടാണ് തനിക്കുള്ളതെന്ന് UDF സ്ഥാനാർത്ഥി മനോജ് മൂത്തേടൻ. പെരുമ്പാവൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരുമ്പാവൂർ ബൈപ്പാസ് പദ്ധതി ഉൾപ്പെടെ നിരവധി പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പെരുമ്പാവൂർ പട്ടണത്തെ അടിമുടി മാറ്റുന്ന വികസന നയങ്ങൾ തന്റെ ലക്ഷ്യമെന്ന് UDF സ്ഥാനാർത്ഥി മനോജ് മൂത്തേടൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വരാനിരിക്കുന്ന തലമുറകൾക്ക് മികച്ച ജീവിത സൗകര്യങ്ങളുള്ള ഗ്രാമവും നഗരവും ഒത്തുചേർന്ന ഒരു മികച്ച പ്രദേശമായി പെരുമ്പാവൂരിനെ മാറ്റും. മുൻപ് ആരംഭിച്ച പദ്ധതികളുടെ തുടർച്ചകൾ ഉണ്ടാകും. പെരുമ്പാവൂർ ബൈപ്പാസ് പദ്ധതി ഉൾപ്പെടെ നിരവധി പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ഔദ്യോഗികമായി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പിന് പ്രവർത്തനം ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുന്ന പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇനി ഒരു ഓട്ടപ്പാച്ചിലാണ്. കാരണം 17 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 17 ദിവസം കൊണ്ട് പരമാവധി വോട്ടർമാരെ നേരിൽ കാണാൻ, പരമാവധി സമൂഹത്തെ നേരിൽ കാണാൻ, എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു പിന്തുണയാർജിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ ഓട്ടപ്പാച്ചിലിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഒക്കെയാണ്. പെരുമ്പാവൂരിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് എനിക്ക് വലിയ ഭാവനാസമ്പന്നമായിട്ടുള്ള ചില ആശയങ്ങൾ തെരഞ്ഞെടുപ്പ് ജനങ്ങളുമായി സംവദിക്കാനുണ്ട്. പെരുമ്പാവൂർ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇപ്പോഴത്തെ MLA ഇദ്രീസ് കുന്നപ്പള്ളി നടപ്പിലാക്കിയിട്ടുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച തന്നെയാണ് ഞാൻ MLA വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഒരു വികസനം എന്ന് പറയുന്നത് തുടർച്ചയാണ്. ആര് MLA ആയാലും, ആര് MP ആയാലും, അല്ലെങ്കിൽ ജനപ്രതി ആയാലും മുൻപുള്ള ആളുകൾ തുടങ്ങി വെച്ചിട്ടുള്ള പൂർത്തീകരിക്കാത്തതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതേപടി തുടരുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതെങ്കിലും വഴിയിൽ വെച്ച് മുൻപുള്ള ആളുകൾ തുടങ്ങി വെച്ചത് അവസാനിപ്പിക്കേണ്ടതല്ല വികസനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വികസനത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട്, അതൊരു സ്ഥിരതയാർന്ന കൃത്യമായ ഒരു കണ്ടിന്യൂയിലൂടെ കടന്നു പോകുന്ന ഒരു വികസന കാഴ്ചപ്പാടാണ്. പെരുമ്പാവൂർ ബൈപ്പാസിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറേ ദൂരം മുന്നോട്ട് പോകേണ്ടത് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. അത് കുറേ ദൂരം മുന്നോട്ട് പോകേണ്ടതുള്ളൂ. അതുപോലെ ട്രാവൻകൂർ റയോൺസിൽ നമ്മുടെ നാട്ടിലേക്ക് ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കാൻ കഴിയുന്ന വലിയ സംരംഭങ്ങൾ അവിടെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. എല്ലാ വിഷയങ്ങളും ഇപ്പോൾ പറയുന്നില്ല. ഞാൻ എൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ കൃത്യമായിട്ടുള്ള എൻ്റെ അഭ്യർത്ഥനയോടൊപ്പം തന്നെ ഞാനത് നൽകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. എനിക്കൊരു ഭാവനാസമ്പന്നമായ കാഴ്ചപ്പാട് പെരുമ്പാവൂരിനെ സംബന്ധിച്ചുണ്ട്. എൻ്റെ മനസ്സിൽ 50 വർഷം കഴിയുമ്പോൾ, നമ്മുടെ ഒരു തലമുറയ്ക്ക് അപ്പുറത്ത് 50 വർഷം കഴിയുമ്പോൾ പെരുമ്പാവൂർ എങ്ങനെയാകണം എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലുള്ളത്. കാരണം ഇപ്പോൾ ഒരു വർഷത്തേക്ക്, അല്ലെങ്കിൽ 2 വർഷത്തേക്ക്, അല്ലെങ്കിൽ 5 വർഷത്തേക്ക്, അല്ലെങ്കിൽ 10 വർഷം എന്ന ഒരു ചെറിയ കാലയളവിലേക്ക് മാത്രമല്ല, 50 വർഷം കഴിയുമ്പോൾ പുതിയ തലമുറകൾക്ക് പെരുമ്പാവൂർ ഏറ്റവും സൗകര്യമുള്ള, ജീവിത സാഹചര്യമുള്ള, ഏറ്റവും നല്ല വികസനമുള്ള, ഏറ്റവും നല്ല നഗരമായി, ഗ്രാമങ്ങളും നഗരങ്ങളും ഒരുമിച്ച് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു വലിയ ഒരു പ്രദേശമായി പെരുമ്പാവൂരിനെ മാറ്റിയെടുക്കാനുള്ള ഒരു വലിയ സ്വപ്നമാണ് എൻ്റെ മനസ്സിൽ സ്ഥാനാർത്ഥിയായി കടന്നു വരുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. ട്രാവൻകൂർ റയോൺസ് പ്രദേശത്ത് വലിയ വ്യവസായ സംരംഭങ്ങൾ വരുത്തി ആയിരക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്നും മനോജ് മൂത്തേടൻ പറഞ്ഞു. ടൂറിസം സാധ്യതകൾ കൂടുതലുള്ള പ്രദേശമായ പെരുമ്പാവൂരിനെ വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിച്ച് നിരവധി ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. റോഡ് വികസനത്തിൽ പല റോഡുകളും BNBC നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ടെന്നും ശേഷിക്കുന്നവയും അതേ നിലവാരത്തിലേക്ക് മാറ്റേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമുക്ക് ഗതാഗത പരിഹാരം ഉൾപ്പെടെ മറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ, ESI ആശുപത്രി സ്ഥാപിക്കുന്ന ഉൾപ്പെടെ ഒരുപാട് നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഞാൻ എല്ലാം കൂടി പറഞ്ഞാൽ ഒരു ദിവസം എടുക്കും. അതുകൊണ്ട് അത്രയും പറയുന്നില്ല. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്. അതെല്ലാം നമുക്ക് ഏറ്റെടുത്ത് ഏറ്റവും മാതൃകാപരമായി വികസന രംഗത്ത് ഒരു ജനപ്രതിനിധി ഒരു വികസനം ഏറ്റെടുക്കുമ്പോൾ ആരും പരാതി പറയാത്ത വികസന പ്രവർത്തനങ്ങളായി അത്തരം പ്രവർത്തനങ്ങൾ മാറ്റിയെടുക്കുന്ന ഒരു പ്രവർത്തനമായിരിക്കും എൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ ഈ നിലയിലേക്ക് ഞാനൊരു വളരെ സാധാരണ കുടുംബത്തിൽ കടന്നു വന്ന ഒരാളാണ്. വളരെ സാധാരണ കുടുംബത്തിൽ വലിയ കഷ്ടപ്പാടിന് നടുവിലൂടെയാണ് ഞാൻ കടന്നു വന്നത്. പക്ഷേ എനിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. കാരണം ഏതൊരു സമയത്തും നമ്മളെ ഏത് പ്രതിസന്ധിയും മറികടക്കാൻ കഴിയുന്ന ഒരു കരുത്ത് എൻ്റെ മനസ്സിലുണ്ട്. കാരണം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ പകച്ചു പോകുന്നതിന് പകരം ആ യാഥാർത്ഥ്യങ്ങളെ മുഴുവൻ ഫേസ് ചെയ്തുകൊണ്ട് ഞാനൊരു 10ാം ക്ലാസ് പഠിക്കുന്ന സമയം മുതൽ വിവിധ ജോലികളുമായി മുന്നോട്ട് പോയതാണ്. ഒരുപാട് ജോലികൾ ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നിട്ടുള്ളത്. ആരോഗ്യ മേഖലയിലും ഫലപ്രദമായ ഇടപെടലുകൾ നടത്തും. വികസന പദ്ധതികൾ രൂപപ്പെടുത്തുമ്പോൾ വിവിധ വിഭാഗങ്ങളിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തി ശാസ്ത്രീയമായ രീതിയിൽ പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കും. ഗതാഗത പ്രശ്നങ്ങൾ, ESI ആശുപത്രി, അന്യസംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നിവ ഉൾപ്പെടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും. താൻ സാധാരണ കുടുംബത്തിൽ നിന്നാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തിയതെന്നും വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ വിവിധ ജോലികൾ ചെയ്താണ് പഠനം തുടർന്നതെന്നും അദ്ദേഹം ഓർമ്മിച്ചു. നമ്മൾ അങ്ങനെയൊക്കെ ഇപ്പോൾ ചെല്ലുമ്പോൾ അവിടെയൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു സ്വീകാരം എന്ന് പറയും. അവരിങ്ങോട്ട് ഓർമ്മിപ്പിക്കുക. ഞാൻ പോലും മറന്നുപോയിട്ടുള്ള വീടുകളാണ്.
ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കാറ്ററിങ്ങിൻ്റെ ജോലിക്ക് വന്നിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് വലിയ സന്തോഷം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. അതുപോലെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കാലടി അതിലെ ഒരു ബേക്കറിയിൽ 2 വർഷക്കാലം രാത്രി സമയത്ത് ജോലി ചെയ്താണ്. ഞാൻ കോളേജിൻ്റെ ചെയർമാനായിരിക്കുമ്പോൾ വൈകുന്നേര സമയത്ത് കോളേജിൽ സമരവും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു 6:30 മണിയാകുമ്പോൾ കാലടിയിലെ ബേക്കറിൽ ജോലിക്ക് വരും. വെളുപ്പിന് 2 മണിയാണ് കടയുള്ളത്. 2 മണി വരെ അവിടെ കടയിൽ നിന്ന് അവിടെ തന്നെ കിടന്നുറങ്ങി രാവിലെ സൈക്കിളിൽ വീട്ടിൽ വന്ന് വീണ്ടും റെഡിയായിട്ട് തിരിച്ചുപോയി. അങ്ങനെയാണ് എല്ലാ ദിവസവും എൻ്റെ എല്ലാ ദിവസങ്ങളും പോകുന്നത്. അപ്പോൾ എൻ്റെ അധ്യാപകരൊക്കെ അവിടെ രാത്രി സമയത്ത് അവിടെ താമസിക്കുന്ന അധ്യാപകരൊക്കെ കാലം നമ്മൾ അധ്യാപകർ ചായ കുടിക്കാൻ വരുമ്പോൾ എന്നെ കാണുമ്പോൾ ഒരു സങ്കടമാണ്. അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് ചെന്നിട്ട് പറയും, സാറേ ഒരു കുഴപ്പമില്ല, ഇതൊന്നും നമുക്ക് ഒരു പ്രയാസമുള്ള കാര്യമില്ലല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ പകൽ മുഴുവൻ സമരവും ബഹളങ്ങളും ഒക്കെയായി ക്യാമ്പസ് കത്തി നിൽക്കുന്ന ഒരു ആൾ വൈകുന്നേരം ഇങ്ങനെ കടയിൽ നിൽക്കുന്ന ഒരു സമയത്ത് അധ്യാപകർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു സങ്കടമാണ്. പക്ഷെ ഞാൻ പറയും ഒരു കുഴപ്പമില്ല, കാരണം ഇതൊക്കെ ജീവിതത്തിലൊരു കരുത്താണ് എന്ന് പറഞ്ഞ് അധ്യാപകരെ മുഴുവൻ ഞാൻ തന്നെ വിളിച്ച് ചായ കൊടുക്കുന്ന സംവിധാനം. അതിനുശേഷം പിന്നെ ഒരു 1.5 വർഷക്കാലം തൊട്ടപ്പുറത്തുള്ള കൃഷ്ണ ലോഡ്ജിൽ, നേരത്തെ ഒയാസിസ് ബേക്കറിലാണ്, ഇപ്പുറത്ത് ഒരു 1.5 വർഷക്കാലം ഒരു ഹോട്ടൽ ലോഡ്ജിലെ റിസപ്ഷൻ ആയിരുന്നു ഞാൻ. അതും എനിക്ക് വൈകുന്നേര സമയത്ത് സെമിനാറും അസൈൻമെൻറ്റും ഒക്കെ എഴുതാനുള്ളൊരു സംവിധാനം കൂടിയായിരുന്നു. കാരണം ആ സമയത്ത് അവിടെ പോയിരുന്നാൽ പോസ്റ്റർ എഴുതാം, അത് രാത്രി കൊണ്ട് ഒട്ടിക്കാം, പിന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഇരുന്ന് കുറേ കേസ് പ്രവർത്തനം നടത്താം. അങ്ങനെയുള്ളൊരു അനുഗ്രഹപ്രദമായ സാഹചര്യം കൂടി അതുകൊണ്ട് ലോഡ്ജിൽ റിസപ്ഷൻ ആയിരുന്നു. പിന്നെ ഞാൻ PG ക്കൊക്കെ ചേരുന്ന സമയത്താണ് ഞാൻ കാലടിയിൽ MA മലയാളത്തിന് പഠിക്കുന്ന സമയത്ത്, അതുപോലെ മഹാരാഷ്ട്രയിൽ MA ഹിസ്റ്ററിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ കോപ്പറേറ്റീവ് സർവീസ് സഹകരണ ബാങ്കിലെ നൈറ്റ് വാച്ച്മാനായിരുന്നു. കാരണം അവിടെ നൈറ്റ് വാച്ച്മാനാകുന്ന സൗകര്യമാണ്, പോയി കിടന്നാൽ മതി എന്നുകൊണ്ടാണ്, മറ്റൊന്നുമല്ല. അവിടെ യൂണിഫോം കൂടാതെ തന്നെ അവിടെ പോയി കിടന്നുറങ്ങാം എന്നുള്ളതുകൊണ്ട് ഞാൻ സത്യത്തിൽ വൈകുന്നേരം ഇപ്പം സെമിനാർ അസൈൻമെൻറ്റ് പേപ്പറുകളൊക്കെ സ്വാഭാവികമായിട്ട് എഴുതാനും സൗകര്യമാണ്. അപ്പോൾ അവിടെ ഇരുന്ന് അങ്ങനെ ഒരു 2-3 വർഷക്കാലം നൈറ്റ് വാച്ച്മാനായി ജോലി ചെയ്ത് അതിനുശേഷമാണ് ഞാൻ KSUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആകുമ്പോഴാണ് സത്യത്തിൽ ഇത്തരം ജോലികളൊക്കെ അവസാനിപ്പിക്കേണ്ടതാണ്. പിന്നെ മുഴുവൻ സമയം സംഘടനാ പ്രവർത്തനമാണ്. ഞാൻ KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി 2 ടൈം പ്രവർത്തിച്ചു. അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹി 2 ടൈം സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, സംസ്ഥാന ട്രഷററായി, യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായിരുന്നു, ജനറൽ സെക്രട്ടറി ആയിരുന്നു, കൗൺസിലറായിരുന്നു. പിന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്, അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 12 വർഷക്കാലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായി. പിന്നെ അതിനിടയിലൊക്കെ ചെറിയ ജനപ്രതിനിധി എന്നുള്ള പോസ്റ്റിലേക്ക് പലപ്പോഴും വരാൻ കഴിഞ്ഞു. കോപ്പറേറ്റീവ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ബോർഡ് മെമ്പറായി. ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി ആയിരിക്കുമ്പോഴാണ് കോപ്പറേറ്റീവ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാകുന്നത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവായി ഞാൻ കാണുന്നത് കോപ്പറേറ്റീവ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ബോർഡ് മെമ്പറായി വന്നതാണ്. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങളിലൂടെയാണ് താൻ രാഷ്ട്രീയ രംഗത്ത് സജീവമായത്. പിന്നീട് കൂവപ്പടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായിരിക്കുമ്പോഴും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോഴും നടപ്പിലാക്കിയ അനേകം വികസന പദ്ധതികൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇക്കുറി UDF വലിയ വിജയം നേടുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയിട്ടേ ഉള്ളൂ. വളരെ വ്യക്തമായിട്ടുള്ളൊരു മാർജിനിൽ വിജയിക്കാൻ കഴിയുന്ന വിശ്വാസം എനിക്കുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു 10,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസം. അതിനപ്പുറത്തേക്ക് പോകാം, സാഹചര്യങ്ങൾ അനുകൂലമായാൽ അതിനപ്പുറത്തേക്ക് പോകാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നല്ല വിജയം ഉണ്ടാകും. കാരണം ജനിച്ചു വളർന്ന മണ്ണിലൂടെ ഇങ്ങനെ നമ്മൾ ലൈവായി നിന്ന് നാട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആളുകൾ നൽകുന്ന ഒരു പിന്തുണയും സ്വീകാര്യതയും പ്രതികരണങ്ങളൊക്കെ നമുക്കത് ബോധ്യപ്പെടുത്തുകയാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.